ഹായ് എല്ലാവർക്കും നമസ്കാരം. മണിയുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റ് ഹാപ്പിനെസ് ഉണ്ടാകുമെന്ന് ഷിംജിയെ പോലെ വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? മണി മാത്രമല്ല, സമാധാനവും നമ്മുടെ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ CJ റോയ് സാർ. അതെ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് CJ റോയ് സാറിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ തൃശ്ശൂർക്കാരനായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓണറായിട്ടുള്ള CJ റോയ് സാറിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടകരമായിട്ടും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ന്യൂസ് ആയിരുന്നു. അതായത് CJ റോയ് സാർ സൂയിസൈഡ് ചെയ്തു എന്നുള്ളത്. സാധാരണക്കാരനെ പോലെ ജീവിച്ച് ഇത്രയും വളർന്ന് ബിസിനസ്സുകാരനായിട്ട് പോലും ആ ഒരു ഒട്ടും അഹങ്കാരം പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. അതായത് സാധാരണ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഈ CJ റോയ് എന്ന് പറയുന്ന മനുഷ്യൻ. കുറച്ചും കൂടി പുറകോട്ടുള്ള കാലഘട്ടത്തൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടല്ലോ അറിയാം, ഈ പണക്കാർക്ക് മാത്രമേ സ്വപ്നം കാണാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു ഒരു ഫ്ലാറ്റ് മേടിക്കുക എന്നുള്ളത്, അല്ലേ? അതെ, ആ സമയത്ത് നമ്മൾ സാധാരണക്കാരെ പോലെ ചിന്തിച്ച് അവർക്കും കൂടി അഫോർഡബിൾ ആവുന്ന രീതിയിൽ അവർക്കും കൂടി ഒരു ഫ്ലാറ്റ് മേടിക്കാവുന്ന രീതിയിൽ ഫ്ലാറ്റുകൾ നിർമ്മിക്കുകയും വീടുകളൊക്കെ നിർമ്മിക്കുകയും അങ്ങനെ ബിസിനസ് രംഗത്ത് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. മാത്രമല്ല, ഇദ്ദേഹത്തിന് ഹോസ്പിറ്റാലിറ്റി മേഖലയിലും അതുപോലെ തന്നെ ഷോപ്പിംഗ് മേഖലയിലും ഫിലിം ഇൻഡസ്ട്രിയിലും ഒക്കെ ബിസിനസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ബിസിനസ്സുകാരെ നമുക്കറിയാം. പക്ഷേ ഈ CJ റോയ് സാറിനെ എന്തുകൊണ്ട് നമ്മൾ കേരളത്തിലുള്ളവരെല്ലാവരും ഇത്രമാത്രം അറിയുന്നു, ഇത്രമാത്രം ഫേമസ് ആണ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി, അതുപോലെ കണ്ണ് ഓപ്പറേഷന് വേണ്ടി ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രളയത്തിന്റെ സമയത്ത് ഇദ്ദേഹം നമുക്ക് കുറേ ആൾക്കാർക്ക് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഈ 2026 നമ്മുടെ ഈ ഐഡിയ സ്റ്റാർസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് ഒരു ഫ്ലാറ്റ് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ അന്ന് ഒരു ഫ്ലാറ്റ് കൊടുത്തത് നമ്മുടെ ഈ CJ റോയ് സാറായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു താരമുണ്ട്, അനീഷേട്ടൻ. അപ്പോൾ ഈ അനീഷേട്ടൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ CJ റോയ് സാറ് ഈ അനീഷേട്ടനെ വിളിക്കുക, ഇതുപോലെ 10 lakhs കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇത്രയും നമ്മളെ എന്താ പറയുക സഹായിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് എനിക്കൊരു നെഗറ്റീവ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനൊന്നുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ CJ റോയ് സാറിൻ്റെ ഈ ആത്മഹത്യ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും. ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ നിലയിൽ വരെ എത്തിയത്. ഓക്കെ, അപ്പോൾ പെട്ടെന്നുള്ളൊരു റെയ്ഡ് വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇത് താങ്ങാൻ പറ്റിയില്ലേ, പെട്ടെന്ന് എന്താണ് അങ്ങനെ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ റെയ്ഡിന് വരുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും പക്ക ഡീസൻ്റ് ആണെന്നൊന്നും എനിക്ക് ഒരു ഉറപ്പൊന്നും ഇല്ല. കാരണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നല്ല ആൾക്കാരുമുണ്ട്, മോശപ്പെട്ട ആൾക്കാരുമുണ്ട്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താ പറയുക ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ എന്തെങ്കിലും അവർ പൈസ തട്ടിയെടുക്കുന്ന ടീംസും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ വേറൊരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് എൻ്റെ അറിവിൽ ഈ CJ റോയ് സാർ എന്ന് പറയുന്ന ആള് കറക്റ്റ് ടാക്സ് ഒക്കെ അടിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു അപാകത വന്നു എന്ന് വിചാരിച്ചോട്ടെ, അദ്ദേഹത്തിന് അത് തിരിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. മെയിൽ അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാള് എന്തിനു സൂയിസൈഡ് ചെയ്യണം? പിന്നെ വേറൊരു കാര്യം, ഈ റെയ്ഡുകാർ ആ വീട്ടിൽ ഫുള്ളും റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ഗൺ ഇവർ കണ്ടില്ലേ? ലൈസൻസ് ഉള്ള ഗണ്ണാണെന്ന് പറയുന്നു, ആയിക്കോട്ടെ, എന്നാലും അത് കണ്ടില്ലേ? എന്തിനാണ് ഈ ലൈസൻസ് തോക്ക് കൂടെ കൊണ്ടുപോയി നടക്കുന്നത്? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ റെയ്ഡ് നടക്കുന്നത് മംഗലാപുരത്തുള്ള അശോക് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് ഈ കർണാടകക്കാരല്ല ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് റെയ്ഡ് നടത്തിയത്, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാണ് റെയ്ഡ് നടത്തിയത്. ആദ്യത്തെ ദിവസം റെയ്ഡ് നടക്കുന്ന സമയത്ത് CJ റോയ് സാറ് കോടതിയിൽ പോയിട്ട് അത് സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേ ഓർഡർ തള്ളിപ്പോയപ്പം വീണ്ടും ഈ കേരളത്തിലുള്ളവർ വന്നിട്ട് ഇവിടെ റെയ്ഡ് നടത്തുകയും കുറേ മണിക്കൂറുകളോളം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അതിന് ശേഷം ഈ പറയുന്ന CJ റോയ് സാറ് തൻ്റെ ഓഫീസ് റൂമിൽ പോവുകയും തൻ്റെ ലൈസൻസ് ഗൺ എടുത്തിട്ട് നെഞ്ചിൽ ഷൂട്ട് ചെയ്ത്
സൂയിസൈഡ് ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഗണ്ണ് ഷൂട്ട് ചെയ്തതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവിടെയുള്ളവരെല്ലാവരും ഈ പറഞ്ഞ സാറിൻ്റെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ സാറ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ആ സമയത്ത് സാറ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ എത്രയും വേഗം സാറിനെ ഈ പറഞ്ഞ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാക്കുകയും ചെയ്തു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ റെയ്ഡുകാരെയും അവിടെയുള്ള ജീവനക്കാരെയും അതുപോലെ CC ഫുട്ടേജും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് ലൈവ് ന്യൂസസ് ഒക്കെ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ബെല്ലൈക്കണുകളൊന്ന് ക്ലിക്ക് ചെയ്യണം. കാരണം നിങ്ങളത് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.